ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്ന് നമ്മളിങ്ങനെ മാനസികമായി ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ചെറിയൊരു രക്ഷപ്പെടൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു മെൻ്റൽ റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് ഞങ്ങൾ സന്ദർശിച്ച ഒരു ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ മക്രേരി സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇത് പെരളശ്ശേരിയിൽ നിന്ന് വളരെ അടുത്താണ്. ഇത് ഹനുമാൻ സ്വാമി നേരിട്ട് പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് മർക്കടശ്ശേരി എന്നായിരുന്നു. അത് ലോപിച്ചാണ് മക്രേരി എന്നായി മാറിയത്. പിന്നെ ഇവിടുത്തെ മൂർത്തിയുടെ ശക്തി വളരെ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ 3 വശത്തും മഹാവിഷ്ണുവിനെ കൂടെ പ്രതിഷ്ഠിച്ചതായിട്ട് കാണാം. ഹനുമാൻ സ്വാമി തന്നെയാണ് ഇവിടുത്തെ തന്ത്രിയായിട്ടും അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് ഗദ ഒപ്പിക്കൽ എന്നാണ്. പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന ദക്ഷിണാമൂർത്തി സ്വാമികൾ എല്ലാ വർഷവും ഇവിടെ വന്ന് അർച്ചന നടത്തുമായിരുന്നു. അദ്ദേഹത്തിന് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു സരസ്വതി മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ അവാർഡുകളും എല്ലാ പുരസ്കാരങ്ങളും അദ്ദേഹം ഈ ക്ഷേത്രത്തിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത്രയും പുരാതനമായൊരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ആംബിയൻസും നമുക്കിവിടെ അനുഭവപ്പെടും. ക്ഷേത്രത്തിൻ്റെ പുറം വശത്ത് മോഡിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിലും അകമൊക്കെ പുരാതന കാലത്തേതുപോലെ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. വളരെ നല്ല ഒരു സ്പിരിച്വൽ ഫീലിംഗ് കിട്ടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് മക്രേരിയിലുള്ള ഈ ക്ഷേത്രം. ഇവിടെ വരാൻ വേണ്ടിയിട്ട് പെരളശ്ശേരി അമ്പലത്തിൽ നിന്ന് ഒരു റോഡ് തന്നെയുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പെരളശ്ശേരി വഴി തന്നെ നേരിട്ട് ഈ അമ്പലത്തിലേക്ക് വരാൻ പറ്റും.